ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറയാം. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ മാംഗോ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മാംഗോൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ വാട്ടർമെലൺ സീസണിൻ്റെ സമയത്ത് നമ്മൾ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു മാംഗോ വേർഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി വെക്കാം. നമ്മളത് പിങ്ക് കളറിലാണ് ആക്കിയത്. അതിന് പകരം ഇത് നമ്മളൊരു യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിൽ കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ അങ്ങനെ ഒരു സർബത്ത് പോലെ ഉണ്ടാക്കി നോക്കാം. ജ്യൂസായിട്ട് കുടിക്കണ പോലെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇത് നല്ല മധുരമുണ്ട്. കാരണം ഇപ്പോൾ ഒന്ന് ചെത്തി കഴിച്ചു നോക്കി. അപ്പോൾ ഇതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് വയ്ക്കാം. അതുപോലെ ഇതാ ഇവിടെ ഞാൻ ചിയ സീഡ്സ് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഉണ്ട് ഇതേ. അപ്പോൾ വെള്ളത്തിലല്ല ഇത് കുതിർത്ത് വെച്ചത്, പാലിലാണ്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുകയാണ് നല്ലത്. ഞാൻ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസിപ്പി ഇതാ സൂര്യൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇന്നലെ രാത്രി അവിടെ പോയ സമയത്ത് വെറുതെ റഫായിട്ട് ഇങ്ങനെ ഞങ്ങൾ വെറുതെ ഇത് ഉണ്ടാക്കി കുടിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്നാൽ കാര്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ സൂര്യനെ ഞാൻ വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്യാമറേൻ്റെ മുന്നിലേക്ക് വരാനുള്ള മടിയാണ്. അപ്പോൾ ഒന്ന് സൂര്യ വാ, പിന്നെ വരാണ്ട് വാ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്നലെ രാത്രി അങ്ങോട്ട് നോക്കും. ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്നലെ രാത്രി ചെറിയ റഫായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മുഹബത്ത് കാ സർബത്തിൻ്റെ മാംഗോ വേർഷനിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാങ്ങ ഞാൻ ചെത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഒരു മാങ്ങ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജ്യൂസ് അടിക്കാം. പാലൊഴിച്ചല്ലേ സൂര്യ ജ്യൂസ് അടിക്കുന്നത്? പാലൊഴിച്ചിട്ട് വേണം ജ്യൂസ് അടിക്കാൻ. അപ്പോൾ ഇനി ഇതിനെ ഞാൻ ചെത്തി ജ്യൂസ് അടിക്കട്ടെ. അപ്പോൾ പാലൊഴിച്ചിട്ടാണ് ഈ ജ്യൂസ് അടിക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് കട്ടിയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാല് ഒഴിക്കാം. പാൽ എത്രയാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ ഒഴിച്ചതിന് ശേഷം ഞാൻ പറയാം. അതെ, സീസണിൽ നമുക്ക് മാംഗോ കാ സർബത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് പാല്, ഇതാണ് തിളപ്പിച്ച പാലാണിത്. ഇത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പാണ്.
അപ്പോൾ ഇതാ മാംഗോ ഈ ഒരു തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലേക്ക് ആക്കിയെടുക്കുക. അതിന് വേണ്ട പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. ഒരു മാങ്ങ ഇതാ ഇവിടെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ബദാമും പിസ്തയും എവിടെ അരിഞ്ഞത് എവിടെ പോയി ഇതാ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാംഗോ അടിച്ച് വെച്ചത് പാത്രത്തിലേക്ക് മാറ്റുന്നു. അതെ. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ചിയ സീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ പാലിലാണ് കുതിർത്ത് വെച്ചത്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മാംഗോസ് ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ബദാം, പിന്നെ നമ്മൾ പിസ്ത അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സീഡ്സ് വേറെ, പംകിൻ സീഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ലോട്ടസ് സീഡ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം, നട്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പിസ്തയും അതുപോലെ ബദാമും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നീട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ടേസ്റ്റിന് നമുക്ക് ആഡ് ചെയ്യാം. പിന്നീട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുന്ന പോലെ നല്ല ഒന്നും കൂടെ ഈ കട്ടി കുറവായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം. ഇതും നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം കേട്ടോ. കണ്ടില്ല, ഞാൻ ഇതുപോലെയാണ് സെർവ് ചെയ്തത്. ഒന്ന് ഇതുപോലെ ബൗളിലാക്കി അതിൻ്റെ മേലെ വാനില ഐസ്ക്രീം വെച്ചിട്ട് സെർവ് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കാം. ഇത്ര കട്ടിയോടെ കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്നും കൂടെ ലൂസായിട്ട് കിട്ടും. അങ്ങനെയും നമുക്ക് കുടിക്കാം. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മാംഗോ വേർഷൻ ഓഫ് മൊഹബത്ത് കാ സർബത്ത് സെർവ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി. ഇനി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അമ്പാടി ഒന്ന് ചിച്ചാട്ടെ. അമ്പാടി ഏതാ? അമ്പാടിക്ക് ഐസ്ക്രീം വേണോ? ഐഷിക്ക് വേണോ? ഐഷിക്ക് വേണോ?